നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായിരുന്ന ദൈവകൃപ കർത്താവ് നൽകി. ആമേൻ ആമേൻ. നമ്മുടെ പ്രായമുള്ളവരെ, മധ്യവയസ്കരെ, യൗവനക്കാരെ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് പരിപാലിച്ച് നടത്തിയ ദൈവത്തിൻ്റെതായ നടത്തിപ്പുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ആമേൻ ഹല്ലേലൂയ ബെനറ്റിൻ്റെതായ വിവാഹം അനുഗ്രഹപ്രദമായി നടക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. അവൻ പ്രാർത്ഥിച്ചതായ പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി പറയുകയാണ്. ആമേൻ അവരോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. ആമേൻ എല്ലാവിധ നന്മകളും കർത്താവ് നൽകി അനുഗ്രഹിച്ചതോർത്ത് നമ്മെ കർത്താവ് നടത്തുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഇന്ന് പൽക്കാലം ആമേൻ നമ്മുടെ വേദപുസ്തകം ആമേൻ യോവേൽ പ്രവചനം ജോയൽ പ്രിയ would you please can you യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ളതായ വേദഭാഗം 23 മുതൽ 27 വരെയുള്ളതായ വാക്യം. ജോയൽസ് ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 23 to 27. 23. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമരസങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾക്ക് വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതപരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. Amen. Reading from Joel chapter 2 verse 23 onwards. Be glad, O people of Zion. Rejoice in the Lord your God, for he has given you the autumn rains in righteousness. He sends you abundant showers, both autumn and spring rains as before. The threshing floors will be filled with grain, the vats will overflow with new wine and oil. I'll repay you the years the locusts have eaten, the great locust and the young locust, the other locust and the locust swarm. My great army that I sent among you. You will have plenty to eat until you are full, and you will praise the name of the Lord your God, who has worked wonders for you. Never again will my people be shamed. Then you will know that I am in Israel. I am the Lord your God, and there is no other. Never again will my people be shamed. ആമേൻ. ഇന്ന് പകൽവേളയിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ഈ ഭാഗമാണ്. അതിൽ നിന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം ഇതാണ്: ദ ഗോഡ് ഹൂ റിസ്റ്റോഴ്സ് ദ പാസ്റ്റ് ടൈംസ്. കഴിഞ്ഞ കാലങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. This morning I trust in the Lord to speak upon this topic, the God who restores the past times. നമ്മൾ യോവേൽ പുസ്തകത്തെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പല പാഠങ്ങൾ നമുക്കറിയാം, നമ്മൾ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അല്പസമയം നമ്മെ പുനഃസ്ഥാപിക്കുന്ന, നമ്മെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാമല്ലോ. We have heard many times spoken from Joel, meditated on it. Let's trust in the God this morning to listen to what this passage says about restoration. ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പുസ്തകത്തിൽ മാനസാന്തരം അല്ലെങ്കിൽ പുനഃസ്ഥാപനം, ഉണർവ് എന്നിവയെക്കുറിച്ച് വളരെ ശക്തമായ ഒരു പ്രവചന പുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. As we go through this book, you will recognize this is a prophetic word about restoration, about revival and repentance. ഇവിടെ സംഭവിക്കുന്നതായ സംഭവം അല്ലെങ്കിൽ സംഗതി എന്ത് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവർക്ക് സ്വതവേ ലഭിക്കാവുന്നതായ നട്ടങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. As we read about it, we recognize Israelites who are going and incurring losses. 1-ാം അധ്യായത്തിൻ്റെതായ 4-ാമത്തെ വാക്യം ഞങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the 1st chapter and 4th verse we read, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. What the locust swarm has left, the great locusts have eaten.
What the great locusts have left, the young locusts have eaten, and what the young locusts have left, the other locusts have eaten. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലും ഇംഗ്ലീഷിൽ അതിന് പറയുമ്പോൾ എല്ലാത്തിനും ലോക്കസ്റ്റ് 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 എന്നുള്ളതായ നിലയിലാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല അവിടെ പറയുന്നത്. തുള്ളൻ എന്ന് പറയുന്നു, വെട്ടുക്കിളി എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് പച്ചപ്പുഴു എന്ന് പറയുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പുഴു, ഇങ്ങനെയുള്ളതായ വിവിധ സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ തക്കവണ്ണം കഴിയും. Although in English all of these references are about locusts, in Malayalam it talks about locusts and worms and all of that. അപ്പോൾ ഇങ്ങനെ അവരുടേതായ കൃഷി നാശങ്ങൾ സംഭവിക്കുന്നു, ആത്മീയമായി അവർ നശിച്ചു പോകുന്നു, ഭൗതികമായി അവർ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യോവേൽ പ്രവചനം ഇവിടെ ഈ പ്രവാചകൻ ഇവിടെ പ്രവചനം ആരംഭിക്കുന്നത്. And Joel is prophesying in a situation where there are incurring losses in their farming and there is spiritual depravity. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിളകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. In other words, all their harvests are being lost. അവരുടേതായ കന്നുകാലികളെല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. The cattle is dying. അവരുടേതായ വയലുകളൊക്കെ ആണെങ്കിൽ തരിശായിട്ട് കിടക്കുകയാണ്. The farms are getting ruined. അല്ലെങ്കിൽ ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ദൈവജനം എന്ന് പറയപ്പെടുന്നതായ അവരുടേതായ ഹൃദയത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The joy in the hearts of the children are being lost. ഇങ്ങനെ ആകപ്പാടെ ആ ജനം വളരെ അലസതയിൽ, ആത്മീയമായ നിലയിലും ഭൗതികമായ നിലയിലും അധപ്പതിച്ച ഒരു ഡ്രൗട്ടായിട്ട് നമുക്ക് ആ അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത്. What you see there, they're experiencing a drought-like experience. ഈ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ വേണം, ഇതിനൊരു റിസ്റ്റോറേഷൻ, ഇതിനൊരു അവനൊരു മടങ്ങി വരവ് വേണമെന്നുള്ളതായി നിലയിലാണ് ഇവിടെ യോവേൽ പ്രവാചകൻ അവരോട് പ്രവചിക്കുന്നത്. And Joel is prophesying for them to be restored and to return back. കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ നശിപ്പിക്കുന്നതിൽ സന്തോഷം കാണുന്ന ദൈവമല്ല, നമ്മെ പുനഃസ്ഥാപിക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. Because the God we serve is not a God who finds joy in destroying but in joy in restoration. അപ്പോൾ ഇങ്ങനെ അധപ്പതനത്തിലൂടെ കടന്നു പോകുന്നതായ ജനതയെ നോക്കിക്കൊണ്ട് യഹോവയുടേതായ പ്രവാചകനായിരിക്കുന്ന യോവേൽ അവരെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ അവരോട് സംസാരിക്കുന്നു. And here is Joel addressing this lost people in the spirit to come back. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ, 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. When we turn to the 2nd chapter in the 12th verse, he says, at least even now you come back. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട്, ഉപവാസത്തോട്, കരച്ചിലോട്, വിലാപത്തോട് എങ്കിലേക്ക് തിരുവിനെന്ന് യഹോവ. Here we read, even now declares the Lord, return to me with all your heart, with fasting and weeping and mourning. അന്ന് യഹോവയുടെ അരുളപ്പാട് അങ്ങനെ നടന്നെങ്കിൽ ഇന്നും നമുക്ക് ദൈവത്തിന്റെ അരുളപ്പാടിന് മാറ്റമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വരണ്ട നിലയിലേക്ക് കടന്നു പോകുക എന്നുള്ളതല്ല, ഒരു മടങ്ങി വരവ്, ആത്മീയമായ ഒരു ഫലപുഷ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. And the declaration of the Lord hasn't changed then and even now. He does not want us to go through a barren experience but to be fruitful in our lives. 13-ാമത്തെ വാക്യത്തിൽ 2:13 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the 2nd chapter and 13th verse we read, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് വരുവിൻ. rend your heart and not your garments and return to the Lord your God.
കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത് നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനാണ്. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കുന്ന ദൈവമാണ്. Because we read, for he is gracious and compassionate, slow to anger and abounding in love, and he relents from sending calamity. 2:17 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to the 17th verse, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുത് എന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവർ വിലപിക്കുന്നത്, മുറവിളി കൂട്ടുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. in the 17th verse we see the priests who stand and minister between God. They're weeping and they're saying, spare your people, O Lord, do not make your inheritance an object of scorn and a byword among the nations. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ദൈവം നീതിയുള്ള മഴ പെയ്പ്പിക്കുന്ന വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ്. The first point is God promises the righteous rain. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെതായ ഹല്ലേലൂയ മടങ്ങി വരവിൽ നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ച് നാം കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപനം ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഒട്ടും അമാന്തതയില്ല, ദൈവത്തിന് ഒട്ടും വൈമനസ്യമില്ല. ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണ്. He is a God who will always pray, who listens to your prayer. He does not hesitate to begin your restoration if you can turn back to him. ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെതായ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ആമേൻ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ആമേൻ ഓട്ടം പീരീഡിലാണെങ്കിലും സ്പ്രിംഗ് പീരീഡിലാണെങ്കിലും ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. No matter what climate you are in, whether it's autumn or spring, if you come back to him, he will listen to you. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിക്കുന്നത്, സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിനെന്നാണ്. We read in the 22nd verse, be glad, O people of Zion, rejoice in the Lord your God. എന്താണ് ഇവിടെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? And what does God mean here? എന്താണ് ആ വചനത്തിന് നമ്മോട് പറയുവാൻ തക്കവണ്ണമുള്ളത്? What is this verse wanting to tell us? നാം ഇതുവരെയും കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ, എനിക്ക് ഒന്നുകൂടെ പറയുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യം, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരെ നിരാശയോട് പറഞ്ഞയക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് സന്തോഷത്തോടെ മടക്കി അയക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. He is a God who will not disappoint you if you are humble, but he will restore you and send you back. ആമേൻ. ഈ മഴകളെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒരു മടങ്ങി വരവ് ഉണ്ട് എന്നുള്ളതാണ്. These rains are representing that there is a restoration. ആമേൻ. ഹല്ലേലൂയ. വരണ്ടതായ ഭൂമിയിലേക്ക് മഴ അയക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അല്പസമയം ഹല്ലേലൂയ അകത്ത് കിടക്കുന്നതായി വിത്ത് റെസിസ്റ്റ് ചെയ്ത് അവൻ വരണ്ട മണ്ണിനകത്താണെങ്കിലും മഴ പെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ മണ്ണിന്റെ സ്വഭാവം മാറും. When rains fall upon this dry ground, the roots, the seeds under, the characteristic of the soil changes. ആമേൻ. എന്ത് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ പലപ്പോഴും താഴ്ത്തുവാൻ കഴിയാതിരിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്ന ജീവിതങ്ങളിൽ ഹല്ലേലൂയ, ദൈവമഴയാകുന്നതായ ആത്മാവിൻ്റെതായ ഹല്ലേലൂയ ആ നടത്തിപ്പ് നടക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെതായ ആത്മാവിൻ്റെതായ വർഷം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. When you are unable to restore and return, the
Spirit will rain upon your life and will pave path for you to return. നാം വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മഴകളൊക്കെയും ഓർമ്മിപ്പിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ പ്രതീതിയാണ്, അല്ലെങ്കിൽ അതിൻ്റെതായ സിമ്പിളായിട്ട് നമുക്ക് മഴയെ കാണുവാൻ തക്കവണ്ണം. When we look through the Bible, the rain, it represents the showers of blessing. അങ്ങനെയാണെങ്കിൽ സിയാറ്റിൽ പാർക്കുന്നതായി നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. If so, those who will reside in Seattle, we are so blessed. നമുക്ക് എപ്പോഴും മഴയുണ്ട്. ഞാൻ ഇന്നലെയും നമ്മുടേതായ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പറയുകൊണ്ട് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Even on Friday I spoke about this. We are so നമ്മൾ blessed. മറ്റേത് സ്റ്റേറ്റിൽ പോയാലും ഒന്നിനു പുറകെ ഒന്നിനായിട്ട് ഏതെങ്കിലും അതുള്ളതായ വിഷമങ്ങളൊക്കെ ഉള്ളവരാണ്. In any state we have problems one after the other. പല സീസണിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് കൊടുങ്കാറ്റുണ്ട്, സ്റ്റോം ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, തണ്ടറിങ് ഉണ്ട്, എർത്ത് ഉണ്ട്. ദൈവകൃപയാൽ നമുക്ക് ഹല്ലേലൂയ ഇതുവരെയും നാളത്തെ കാര്യം നമുക്കറിയില്ല. നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനെയുള്ളതായ മഴയും ഇങ്ങനെയുള്ളതായ സൂര്യനെ ചിലപ്പോൾ വേണ്ടുന്നതായ രീതിയിൽ സൺലൈറ്റ് ഇല്ല എന്നുള്ളതായ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. If you look at other states, there is lightning and there is thunders and all of that. Seattle, we have rains and some days a lack of sunshine, but other than that, so far nothing. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം ദൈവമക്കളാണ്. എന്നാൽ നാം ഒരു പ്രാവശ്യം പോലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവ സാന്നിധ്യം നമ്മൾ ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യരുത്, തള്ളരുത്, അത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. We must not ignore the presence of God. We must not consider it little. ദൈവത്തിൻ്റെതായ വചനം മഴ പോലെ ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The word teaches us that His word will come down upon us like rain. ഡ്യൂട്രോണമിയിൽ അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we turn to book of Deuteronomy, 32-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. the 32nd chapter and the 2nd verse. അവിടെ മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, let my teaching fall like rain. എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. And my words descend like dew and like showers on new grass, like abundant rain on tender plants. അപ്പോൾ എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, what this means, ഹല്ലേലൂയ മഴ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ആത്മാവിൻ്റെതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. the rain represents blessings. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മഴയുടേതായ ആമേൻ വരവ് നിൽക്കുന്നത് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. And we see in many places when we move away from the presence of God, the rain stops in the life. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we turn to the 1 Kings chapter 18, അവിടെ നമുക്ക് കാണുന്നത് നമുക്ക് ആഹാബ് രാജാവിനെയും ഏലിയാബ് എന്ന് പറയപ്പെടുന്നതായ പ്രവാചകനെയുമാണ്. and we met with Ahab and Elijah. അവിടെ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഏലിയാബ് പറയുന്ന ഒരു കാര്യമുണ്ട്. വഷളത്വം പ്രവർത്തിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ ജനത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ദേശത്തിന് മഴയും മഞ്ഞും കാണുകയില്ല. Elijah looks at these people who have turned away from God and says, until I say it will not rain here. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ദൈവത്തോട് അടുക്കുന്നെങ്കിൽ മഴ ലഭിക്കും. what I say is, when you come to God, it will rain. ദൈവത്തോട് അടുക്കുന്നെങ്കിൽ മഞ്ഞ് നമുക്ക് ലഭിക്കും. when we come close to God, we feel dew. എന്താണ് ഞാൻ ആത്മീയമായി നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്? and the spiritual meaning of what I'm trying to say is this. ദൈവത്തോട് നാം അടുക്കുമ്പോൾ ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ നമുക്ക് ആരും ചെറുത്ത് നിർത്താതെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും. when we come close to God, we are able to experience the blessings of God. എന്നാൽ ദൈവത്തോട് അകന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ അകലം വിട്ടാണ്, അതായത് ദൈവത്തെ പിൻചെല്ലുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് അങ്ങനെ തന്നെയായിരിക്കും. but if you follow God at a distance, in a similar manner will distance beyond blessings. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവം മുകളിൽ നിന്ന് മഴ അയക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ മഴ
നമ്മെ അയക്കുന്നെങ്കിൽ നമ്മെ തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കുന്ന, നമ്മെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവം ആമേൻ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. When it rains upon us, recognizes there is a God who will restore you. ആമേൻ. ഹല്ലേലൂയ. ഇത് വൽക്കാലം നമ്മുടേതായ ആമേൻ മേന്മ കണ്ടിട്ടോ നമ്മുടെ യോഗ്യത കണ്ടിട്ടോ അല്ല ദൈവം നമ്മോട് മഴ പെയ്യിപ്പിക്കുന്നത്. And God will not rain upon you based upon your ആമേൻ. eligibility. എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ല. We are not worthy to come to the presence of God. നമ്മുടെ പുണ്യ പ്രവൃത്തികളൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമല്ല. Our holy deeds do not please Him. എന്നാൽ മടങ്ങി വരുന്നതായ വ്യക്തിയോട്, അനുതപിക്കുന്ന വ്യക്തിയോട്, മാനസാന്തരപ്പെടുന്ന വ്യക്തികളോട് ദൈവം തന്റെ നീതിയിൽ കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. But those who are repenting and willing to return, God will show His mercy and grace. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെതായ മഴ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ റിന്യൂവൽ, ഹല്ലേലൂയ, ഒരു ഉണർവ് നമുക്ക് ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. May we submit ourselves to God's hand that we can experience a revival. ആമേൻ. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ പോയിന്റ്, The second point I want to talk to you. ആമേൻ, ദൈവം കവിഞ്ഞൊഴുകുന്ന കരുതൽ വാഗ്ദത്തം ചെയ്യുന്ന ദൈവമാണ്. God promises an overflowing provision. ആമേൻ. കവിഞ്ഞൊഴുകുന്നതായ വാഗ്ദത്തം നമുക്ക് നൽകുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God who is able to create that overflowing provision in your life. ആമേൻ. 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we turn to Joel chapter 2 verse 24, ആമേൻ, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. can someone read that for me? Yeah, 2 verse 24. Yes. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുന്ന, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയുന്ന ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ്. The threshing floors will be filled with grain and the vats will overflow. ആമേൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായ റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്ന് പറയപ്പെടുന്നത് ഒരു മഴ കൊണ്ട്, ഒരു മഴ പെയ്യിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. God's restoration is not one that begins and ends with the rain. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം നാം വരുത്തിയിട്ട് അങ്ങ് നിൽക്കുന്നതായ ഒരു കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. What I mean to say is when your restoration begins, it is not a small change. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഓവർഫ്ലോയും നിറഞ്ഞ് കവിയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെതായ മഴ. And God's rain is one that will overflow in your life. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കളങ്ങൾ, ഹല്ലേലൂയ, ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞു കൊണ്ട് നിറയും, അതുപോലെ എണ്ണ കൊണ്ട് കവിയുന്ന ഒരു അവസ്ഥ. ആത്മീയമായ നിലയിൽ ഒരു അവൻ നിറഞ്ഞ് കവിയുന്ന ഒരു അവസ്ഥ. What that means is the threshing floors will be filled with grain, vats will overflow with wine and oil, which means a spiritual overflowing experience. ഇവിടെ 3 തരത്തിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. There are 3 things that's being said here. ഒന്ന് ധാന്യം, ഗ്രെയിൻ. One is grain. രണ്ടാമത് എന്ന് പറയപ്പെടുന്നത് വീഞ്ഞ് അല്ലെങ്കിൽ വൈൻ. 2 is wine. മൂന്നാമത് ഇവിടെ പറയപ്പെടുന്നത് ഹല്ലേലൂയ എണ്ണ എന്നുള്ളതായ കാര്യം. And the third is oil. ആമേൻ. ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ ഈ ഗ്രെയിൻ എന്ന് പറയപ്പെടുന്നത് ശരീരത്തിന് ആവശ്യമായ കാര്യമാണ്. A grain is what our body needs. ആമേൻ. ധാന്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യമാണ്. We need the grains for our body. ആമേൻ. ഹല്ലേലൂയ വൈൻ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഹല്ലേലൂയ മനസ്സിന് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. A wine is for our soul. ആമേൻ. അതായത് ഓയിൽ അല്ലെങ്കിൽ എണ്ണ എന്ന് പറയപ്പെടുന്നത് ആത്മാവിന് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്.
and oil is for the spirit. അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയവും നമ്മുടെ ഭൗതികവും ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയവും ഹല്ലേലൂയ ദൈവം അതിനെയെല്ലാം അവൻ നിറഞ്ഞ് കവിയുന്ന അവസ്ഥയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. And God is able that when you approach him, that he is able to fill you physically and spiritually. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടേതായ ഹെഡിങ് ഇതാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ തുള്ളൻ കൊണ്ടുപോയത്, വിട്ടിൽ കൊണ്ടുപോയത്, പച്ചപ്പുഴു കൊണ്ടുപോയത് മടക്കി തരുവാൻ തക്കവണ്ണം ശക്തനായ ഹല്ലേലൂയ സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. The headline is this: we serve an almighty God who is able to restore everything we lost that the locusts and the worms have taken. ഇന്ന് നാം പ്രത്യേകാൽ ഈ വർഷത്തിൻ്റെതായ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവജനമേ, എനിക്ക് ദൈവത്തിൻ്റെതായ ഒരു ദാസൻ എന്നുള്ളതായ നിലയിൽ അവൻ ബുദ്ധി ഉപദേശിക്കുവാൻ തക്കവണ്ണമുള്ളത്, ദൈവജനമേ, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മടങ്ങി വരവ് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. As a servant of God, I exhort you as we come to the end of the year that God wants you to be restored. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. When we turn to the book of John chapter 10 verse 10, അവൻ അപ്പോൾ കള്ളന്റെ കാര്യം പറയുന്നു, അവൻ കർത്താവിന്റെ കാര്യം പറയുന്നു. കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയാ? മോട്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ, ഇതിനൊക്കെയാണ് കള്ളൻ വരുന്നത്. we read here about the thief and Christ. The thief comes to steal and to destroy. എന്നാൽ കർത്താവ് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ. But Jesus says, I have come that they may have life. വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. And it is not just an ordinary life but a full life. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മുടേതായ ശൂന്യതയിൽ നിന്ന് ഹല്ലേലൂയ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതായ ഒരു ദൈവമാണ്. A God who will lead you from emptiness to overflowing. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can believe in this? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ from emptiness ഹല്ലേലൂയ to abundance, സമൃദ്ധി, അതായത് ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ദൈവം. A God who can lead you from emptiness to abundance. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. This is a God that we worship. ഇവിടെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ദൈവം പുനഃസ്ഥാപിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അല്പമായിട്ടല്ല പുനഃസ്ഥാപിക്കുന്നത്, അവൻ മൊത്തമായിട്ട് പുനഃസ്ഥാപിക്കും. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി, ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ നമ്മെ നടത്തുവാൻ, ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവം. He is a God who does not restore you in part, but he restores you in whole, and he will lead you. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ നൽകി സഹായിക്കുന്ന ദൈവം. God who will fulfill all your spiritual needs. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, God restores lost years. Nothing is beyond his power. ദൈവം നഷ്ടപ്പെട്ട വർഷങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. He is a God who restores your lost years. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There is nothing that is impossible to God. നമ്മൾ ആ വിഷയത്തെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. When we think about our past, how many opportunities we have lost. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ അതായത് നമ്മുടെ അധ്വാന ഫലത്തെ അവൻ കവർന്നു കൊണ്ടുപോകുന്നതായ വെട്ടുക്കിളികൾ, The locust that takes away your efforts. വളരെ 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 അവർ ആശയോട് ആഗ്രഹത്തോട് കരുതി വെച്ചിരുന്നതിനെ കൊണ്ടുപോയതായ പച്ചപ്പുഴുക്കൾ.
the worms that are taking away everything that you have saved up. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് പലപ്പോഴും കടന്ന് അത് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയാത്തതായ നിലയിൽ ആഗ്രഹിക്കാത്തതായ തിന്മകൾ അവിടെയായിട്ട് വന്നിട്ട് നമ്മുടെ ആ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കുന്ന ഒരവസ്ഥ. A situation where unexpected evil comes and takes away our joy. എന്നാൽ ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെല്ലാം മടക്കി തരുന്ന ഒരു ദൈവമാണ്. But here we read about a God who will restore everything that has been lost. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഹല്ലേലൂയ നമ്മുടേതായ പ്രതിസന്ധികൾ ഒരിക്കലും ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തിന് ഒരു തടങ്കൽ പറയായി മാറുന്നില്ല. Our challenges does not impact our God. ഹല്ലേലൂയ. വെട്ടുക്കിളികൾ അതായത് നശിപ്പിച്ചതിനെ അതിനേക്കാൾ ഉപരിയായി മടക്കി തരുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is able to restore more than what the locusts have destroyed. നഷ്ടപ്പെട്ടതായ ഹല്ലേലൂയ വർഷങ്ങൾ, ഹല്ലേലൂയ, അതിൽ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടേതായ കുറവുകൾ, അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നഷ്ടങ്ങൾ ഓർത്ത് നമ്മൾ ഇന്ന് ഹല്ലേലൂയ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മടങ്ങി വന്നാൽ, അത് ദൈവത്തിങ്കിലേക്ക് തിരികെ വന്നാൽ, നമ്മൾ ചോദിച്ചതിനേക്കാൾ അപ്പുറമായി നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. If you come back to God, He is a God who's able to do exceedingly more than you can imagine. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ചില നഷ്ടങ്ങൾ കടന്നു വരുന്നത് പെട്ടെന്നായിരിക്കാം. Some losses will come appear suddenly. ചില ഘട്ടങ്ങൾ കടന്നു വരുന്നത് കൂട്ടത്തോടെ ആയിരിക്കാം. Whereas some problems will come together. ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നാം അറിയാതെ തന്നെ ഹല്ലേലൂയ ചോർന്നു പോകുന്നതായിരിക്കാം. Some problems will come your way and go away without even your knowledge. ഇത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ വേദനകളും നിരാശകളും ആമേൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വന്നേക്കാം. And these may lead to pains and disappointments in your life. എന്നാൽ ഇന്ന് പൽക്കാലം നിരാശയോട് പോകേണ്ട കർത്താവിന്റെ വചനം പറയുന്നത്, നിനക്ക് നഷ്ടപ്പെട്ട കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നീ ക്ഷീണിക്കേണ്ട, നിരാശപ്പെടേണ്ട. ഇനിയുള്ള കാലം ഹല്ലേലൂയ മടങ്ങി വന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച് ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി എന്നെയും നിങ്ങളെയും നടത്തുന്ന ഒരു ദൈവമാണ്. Do not be disappointed about your past, but if you come back to God today, He will restore more than you have lost and He will lead you forward. ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് യോബിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, When we look at the life of Job, ആമേൻ, യോബിന് സകലവും നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. we see that he lost everything. എന്നാൽ പിന്നെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. We read in Job chapter 42 verse 10, after Job had prayed for his friends, the Lord made him prosperous again and gave him twice as much as he had before. ആമേൻ. അവിടെ എന്താണ് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണമുള്ളത്? What is it that we learn from here? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകില്ല. When we come to the presence of God, that time is not lost. നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ഉപവസിച്ചാൽ നഷ്ടമാകില്ല. When you fast in the presence of God, it is not lost. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ നഷ്ടം വരികയില്ല. If you come to the presence of God and pray, you will not lose. ആമേൻ. കുടുംബ ജീവിതത്തിൽ നഷ്ടമായതിനെ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളിൽ നഷ്ടമായതിനെ, ആരോഗ്യത്തിൽ നഷ്ടമായതിനെ, സാമ്പത്തികത്തിൽ നഷ്ടമായതിനെ മടക്കി തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. Your financial losses, the losses in your family, in your children's life, God will restore it. മറ്റൊരു ഉദാഹരണം എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് നവോമിയെ കുറിച്ചാണ്. Another example I want to give to you is about Naomi. ആമേൻ. നവോമിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നവോമി വളരെ കൈപ്പുള്ളവളായി, ഹല്ലേലൂയ,
ശൂന്യതയാൽ നിറയപ്പെട്ടവളാണ് ആയിട്ടാണ് അവൾ മടങ്ങി വരുന്നത്. You see, she returns back in bitterness. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവളെ രൂത്തിലൂടെ അനുഗ്രഹിക്കുന്ന ഒരു യഹോവയെ നമുക്ക് അവിടെ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. But we see when she returns it, there is a God who blesses her through Ruth. ആമേൻ. നവോമിയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഏറ്റവും ഹല്ലേലൂയ അതിശയിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയുടെ കൂട്ടത്തിൽ അവിടെ പേരും അല്ലെങ്കിൽ ആമേൻ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. But when you look at Naomi, the most astonishing and thing that gives happy is she is in the lineage of Jesus Christ. ആമേൻ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മടങ്ങി വന്നാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. What I'm trying to say is if you return, God will bless you. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. When we look in New Testament, we know about Peter. അവൻ അല്പനേരത്തെ അവൻ ഒരു ഭയം കൊണ്ട് കർത്താവായ യേശുവിനെ അവൻ തള്ളി പറഞ്ഞു. He denied Jesus because of a little fear. ഹല്ലേലൂയ. അവൻ പരസ്യമായിട്ടാണ് കർത്താവിനെ തള്ളി പറഞ്ഞത്. Publicly, he denied Jesus. എന്നാൽ അവൻ പുറത്തിറങ്ങി വളരെ ദുഃഖത്തോട് അതിദുഃഖത്തോടു കൂടെ ദൈവസന്നിധിയിൽ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. But we see when he weeps and repents, Jesus restores him. അവൻ പത്രോസിനെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവനെ ദൈവസഭയുടെ ഹല്ലേലൂയ ഒരു തൂണാക്കി ദൈവം മാറ്റിയത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We see that Peter was transformed to a pillar. അവൻ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് നമ്മുടെ ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. What I want to tell you this morning, our God is a God that restores us. ആമേൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ദൈവം പൂർണ്ണതയും സ്തുതിയും ബഹുമാനവും നൽകുന്ന ദൈവമാണ്. The fourth point I want to tell you, he is a God who brings fullness, praise and honor. ആമേൻ. ആ വേദഭാഗത്ത് നമ്മൾ വായിക്കാം. ആ ഭാഗം ഒന്ന് വായിക്കാം. 26ഉം 27ഉം വാക്യം. ആ ആ ആമേൻ. അടുത്തത് അതാണ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്. In 2:26 we read, you will have plenty to eat until you are full. You will praise the name of the Lord your God who has worked wonders for you. Never again will my people be shamed. ആമേൻ. അവിടെ പറയുന്നത് അവസാനത്തെ വാക്യം 26ന്റെ അവസാനത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. The last part of the 26th verse says, never again will my people be shamed. ചില സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ കർത്താവേ ഇതൊരു ലജ്ജത ആമേൻ ഒരു നിന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ കാണുന്നത് എന്ന്. Sometimes we look at situations and we think, oh, this is so disappointing. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് പൽക്കാലം ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും പറയുന്നത് എൻ്റെ ജനം സന്തോഷിക്കുവാൻ, അത് മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്നവർ നിന്ദിതരായി തീരുവാൻ അനുവദിക്കാത്ത ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. This morning the word of God is telling your worshippers, he is a God who will not put you to shame. കർത്താവിന്റെ വചനം പറയുകയാണ് എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ച് എന്നെ നോക്കിയിട്ട് നിങ്ങളെ ഓരോരുത്തരെ നോക്കിയിട്ട് പറയുകയാണ്, മകനെ മകളെ ഞാൻ നിന്നെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിന്റെ തല ഉയർത്തുവാൻ ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടുന്ന കൃപ നൽകുന്ന ദൈവമാണ്. My son, my daughter, he looks at you and says, you will not be put to shame. I will lift up your head. കാരണം എന്തെന്ന് ചോദിച്ചാൽ മടങ്ങി വരുന്ന വ്യക്തികളോടുകൂടെ ദൈവത്തിൻ്റെതായ വചനം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെന്നതാണ്. To those who return, the word says, I am with you and I will help you. ആമേൻ. അവിടെ നമുക്ക് 2 പ്രാവശ്യം ആ ഭാഗത്ത് കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല എന്ന്. We see 2 times it says, I will not put you to shame. ആമേൻ. ശത്രുവാണ് നമ്മെ അവന്റെ ആയുധം എടുത്ത് നമ്മെ
ലജ്ജിപ്പിക്കുവാൻ, നമ്മെ നിന്ദിതനാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ലജ്ജിതനാകുവാൻ ഞാൻ അനുവദിക്കയില്ല എന്നാണ്. The evil one takes his weapon and tries to put you to shame, but God says, I will be with you, I will not put you to shame. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതായ അതേ വ്യക്തികളെ കൊണ്ട്, അതേ നാവിനെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. We serve an almighty God who will use the same people who mocked you and they will turn their words against you. ഹല്ലേലൂയ വരൾച്ച നിറഞ്ഞതായ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ധാരാളം ഭക്ഷണമുണ്ടാകും. To those in drought he tells there will be plentiful of food. അത് മാത്രമല്ല അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. And he tells them that you will praise them, you will give honor. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവമേ, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. If you truly come back, you will see God's mighty power. നമ്മൾ ഇന്ന് പാടിയതുപോലെ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം കഴിയും. As we sang today, if you truly believe, you will see the wonders of God. നാം വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Truly, if you open your hearts to God, you will see his wonders. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതിനെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിച്ച് ഹല്ലേലൂയ സമയം കളയണ്ട. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതിന് ഹല്ലേലൂയ കൂട്ടുകാരുടെ മധ്യത്തിൽ നിങ്ങളുടെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ഹല്ലേലൂയ ജീവിപ്പിക്കും. Do not live in regret about your past, but if you come to the presence of God, he will lift up your head among your friends. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ അവസാനം ഒരിക്കലും നിന്ദിതമായിരിക്കില്ല. ഹല്ലേലൂയ. ദൈവ മഹത്വം കാണുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. Our end will not be in shame, but it will be in glory. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. Our God is not the one who will destroy, but he is a restorer. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ ഏത് ഭാഗത്താണ് മടങ്ങി വരേണ്ടത്, ഏത് നിലയിലാണ് ഞാൻ മടങ്ങി വരേണ്ടത് എന്നുള്ളതായ നിലയിൽ വാസ്തവമായ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കാം. May we in these days spend time in prayer and ask God, what parts of my life should I return? ഈ വചനങ്ങളാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തുടർന്ന് പാട്ടുപാടി, it's the time for